ഇത് എന്താ പറയുക, ഹൈടെക് മൂവിയാണ്. കൃഷാന്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന എല്ലാം ഈ സിനിമയിലുണ്ട്. കൃഷാന്തിന് എന്താ പറയുക, അടുത്തറിയാവുന്നവർക്ക്, കൃഷാന്തിൻ്റെ സിനിമകളുമായിട്ട് നല്ല അടുപ്പമുള്ളവർക്കെല്ലാം ഈ സിനിമ വളരെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഹൈടെക്കാണ്. ആവശ്യത്തിൽ കൂടുതൽ സോഷ്യൽ ക്രിറ്റിസിസം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആവശ്യത്തിൽ കൂടുതലെന്നല്ല, ഒരുപാടുണ്ട്. എൻ്റർടൈനിങ് ആണ്. ശ്രീനാഥ് ഉണ്ട്. ശ്രീനാഥ് ഞാനും കൂടെയാണ് കാണാൻ വന്നത്. ഒരു കുറച്ച് പേർക്ക് വേണമെങ്കിൽ ന്യൂ ജെൻ എന്ന് പറയാം, ഹൈടെക് എന്ന് പറയാം. എന്തായിരുന്നാലും കണ്ട് ശീലിച്ച ഒരു സിനിമയല്ല. മലയാള സിനിമ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇത് ഏത് ജോണറിൽ പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അത് ഞാനല്ല പറയുന്നത്. ഇതിൽ ഏത് ഓഡിയൻസ്, ഞാൻ ഏതെങ്കിലും ഇത് ന്യൂ ജെന്നിന് വേണ്ടി യൂത്തിന് പറ്റിയ പടമാണ് അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ല. ഇതൊരു ചർച്ചയായി മാറും. അതിൽ ചർച്ചയായിട്ട് മാറുമ്പം അതിൽ ചിലപ്പോൾ ഫാമിലീസ് പറയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫിലിമാണെന്ന് പറഞ്ഞ് ഫാമിലീസും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഭാഗമായിട്ടുള്ള ആൾക്കാർ, ഈ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അവരുടെ ഒരു സ്റ്റാൻഡുണ്ട്, അവരുടെ നിലപാടുകളുണ്ട്. അതെല്ലാം എന്താ പറയുക, ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലാത്ത രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഞാൻ പറയുന്നത് ഈ സിനിമ ഒരു ചർച്ചയാവും. താങ്ക് യു. ഗംഭീര സിനിമയാണ്. അതായത് ഇത് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം. കാരണം കൃഷാന്ത് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ സിനിമകൾ കണ്ടവർക്കൊക്കെ അറിയാം. എല്ലാം ഓരോന്നും ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനാണ്. അപ്പം ഒരു കൃഷാന്ത് ഫാൻ എന്ന നിലയിൽ എനിക്കിത് അങ്ങേയറ്റം ആസ്വദിക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ സിനിമയിൽ രജീഷ വിജയനും പിന്നെ ജഗദീഷും എല്ലാവരും ഗംഭീര പെർഫോമൻസാണ്. ഇതൊരു ഔട്ട് ഓഫ് ദി ബോക്സ്. അതായത് മലയാള സിനിമയെ ലോക സിനിമ പഠിക്കുന്ന ഒരു തരത്തിലോട്ട്, ഇത് ലോക സിനിമ മേഖലയിൽ തന്നെ ഇതൊരു ചർച്ചയാവും. ആ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പടം കൊള്ളായിരുന്നു, നല്ലൊരു പടമായിരുന്നു. ആക്ച്വലി പടം ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു പടമാണ്. പിന്നെ ഇവരുടെ ഒരു കോർ ഐഡിയ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അഭിനയം കൊള്ളായിരുന്നു. പടം കൊള്ളാം. നമ്മൾ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. അഭിനയൊക്കെ രജീഷയുടെയൊക്കെ അഭിനയം അടിപൊളിയാണ്. എടുത്തു പറയാനുള്ളത് മേക്കിംഗ് ആണ്. നല്ല രീതി. പക്ഷേ എല്ലാവർക്കും ജെൻസി പടമാണ്. ഇന്നലെ പടം നല്ല രീതിക്ക് വർക്കൗട്ട് ഉണ്ട്. രജീഷ് നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, അതിൻ്റെ കണ്ടന്റ് ഒക്കെ പഴയ കഥകൾ തന്നെ, പക്ഷേ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇത് മോഡേൺ ട്രെൻഡ് രീതിക്ക് എടുത്തിട്ടുണ്ട്.